അപ്പോൾ ആ നഷ്ടബോധം എന്തായാലും ഒരു നഷ്ടബോധം ഉണ്ടെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കലയിൽ കുറേ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മെഹബൂബായി ഏത് തലത്തിലും സംഗീത നിലവാരത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഗാനങ്ങൾ മിക്കതും അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടികളാണെന്നുള്ളതാണ്. മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. കുടുക്കി 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 മഞ്ചുള്ള മുഖം കൊണ്ട് മോടിയിൽ ചരടിട്ട് മോഹത്തിൻ പമ്പരം കറക്കി. മഞ്ചുള്ള മുഖം കൊണ്ട് മോടിയിൽ ചരടിട്ട് മോഹത്തിൻ പമ്പരം കറക്കി. മഞ്ചുള്ള മുഖം കൊണ്ട് മോടിയിൽ ചരടിട്ട് മോഹത്തിൻ പമ്പരം കറക്കി. കറക്കി 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 മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. കുടുക്കി 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 ചേലൊത്ത ചുണ്ടിലുള്ള കളിചിരി കൊണ്ട് ചെറിയൊരു വേലയവൾ ഇറക്കി. ചേലൊത്ത ചുണ്ടിലുള്ള കളിച്ചിരി കൊണ്ട് ചെറിയൊരു വേലയവൾ ഇറക്കി. ചേലൊത്ത ചുണ്ടിലുള്ള കളിച്ചിരി കൊണ്ട് ചെറിയൊരു വേലയവൾ ഇറക്കി. മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. കുടുക്കി 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 മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്ക്. അങ്ങനെയാണ് രാഘവ് മാഷ് കമ്പോസിങ്. അപ്പോൾ അതൊരു വിമൻസ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയായിരുന്നു. സ്ത്രീകളാണ് അതിൻ്റെ ഭാരവാഹികളും, ശ്രോതാക്കളിൽ പകുതിയോളം സ്ത്രീകളും. ഇപ്പോൾ സ്ഥലം ഞാൻ ഈ അടുത്ത കാലത്താണ് ക്ലിയർ ചെയ്തതെന്ന് വെച്ചാൽ TDM ഹാളിലായിരുന്നു. നമ്മുടെ MP സെബാസ്റ്റ്യൻ പോൾ സാറ് എന്നോട് ഈ കഥ പറഞ്ഞപ്പോഴാണ് പറയുന്നത് TDM ഹാളിലാണ് മുമ്പായി ഞാനുണ്ടായിരുന്ന പരിപാടി. അത് പരിപാടി എന്ന് പറഞ്ഞാൽ ദാസേട്ടനും ബായി ഒരുമിച്ചാണ്. അപ്പോൾ ദാസേട്ടൻ ആദ്യം തുടങ്ങി, ഇടയകന്യ മൂലങ്ങ് തുടങ്ങി. ദാസേട്ടൻ്റെ ആലാപന ശൈലി എന്ന് പറഞ്ഞാൽ പുസ്തകം മറിക്കുക, 1 2 3 അങ്ങനെ പാടിയങ്ങ് പോവാം. നല്ല ഓർക്കസ്ട്ര, ആവശ്യം വയലിനും എല്ലാ ഗിറ്റാറും എല്ലാ സാധനവും. അപ്പോൾ ഇദ്ദേഹം 4-5 പാട്ട് പാടിയതിന് ശേഷമാണ് പിന്നെ മെഹബൂബായി വരുന്നത്. മെഹബൂബായി വരുന്നതെന്ന് വെച്ചാൽ തബ്ല രാജപ്പൻ ചേട്ടൻ, ഹാർമോണിയം ഹുസൈൻ ക, ഗിറ്റാറ് ഏണസ്റ്റ്, വയലിൻ ഷെരീഫ് ക, പിന്നെ ടൈമിങ് ഒരു ഡൊണ്ണോ ആൻഡപ്പൻ എന്നൊരു കക്ഷി. ഇതാണ് ബായിൻ്റെ ഓർക്കസ്ട്ര. ഇവരൊക്കെ നേരത്തെ റെഡിയുണ്ട്. അടുത്തായി മെഹബൂബ് പാടുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് ഒരു സലാം, അങ്ങനെ നല്ല അടിച്ചിട്ടാണ് വന്നിരിക്കണം. കയറി ഇദ്ദേഹം കാണിച്ചപ്പോൾ തന്നെ ഓഡിയൻസ് പ്രതികരിച്ചു, നെഗറ്റീവായിട്ട് പ്രതികരിച്ചു. ഒരു കൂവലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കൂടെ തന്നെ ഉണ്ട് പുറയിൽ. ഫസ്റ്റിലെ നയാ പൈസയില്ല പെണ്ണെ നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, അങ്ങനൊരു സിനിമാ ഗാനമുണ്ട്. അത് അദ്ദേഹം പാടി തന്നെ. ഇപ്പം നസീർ സാബ്, ഷീല, തിക്കുറിശി സാറ്, ഇങ്ങനെയുള്ള ഫിലിം ഫീൽഡിലെ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രഗത്ഭരാണ് ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നത്. ഇവരൊക്കെ ചിരിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം ഒരു 5 പാട്ട് പാടി. അവസാനം ദാസേട്ടൻ പാടണ്ട എന്നുള്ളൊരു ആവശ്യവും കൂടി ഓഡിയൻസിൽ നിന്ന് വന്നു. മെഹബൂബായി പാടി. കാരണം ഇദ്ദേഹം ഓഡിയൻസിനെ എടുത്തളയും. സെയിം ടു കിഷോർദ. കിഷോർദ അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഓഡിയൻസിന് അമ്മാനെ പാടുന്ന ക്യാരക്ടർ. റഫീ സാബ് അങ്ങനെയല്ല, പ്രിൻ്റഡ് ആയിട്ട് അങ്ങ് പാടിപ്പോണ ഒരു കൂട്ടത്തിലാണ് ലൈവിൽ. ഇപ്പം നസീർ പറഞ്ഞൊരു പാട്ട് പാടാൻ, ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞപ്പോൾ നിരാകരിച്ചു. ഇല്ല, പാടില്ല ആയിരിക്കും. ഒരു ഭാസ്കരൻ മാഷ് വിളിച്ച് പറയണം, മെഹബൂബ് എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടൂലേ? പെട്ടെന്ന് തിരിയിലും തുണി മടക്കിങ്ങനെ കുത്തിയിരുന്നത് അഴിച്ച്, തീർച്ചയായിട്ടും അങ്ങേക്ക് വേണ്ടി പാടും എന്ന് പറയുന്നു. ആർട്ടിസ്റ്റിനെയൊക്കെ വീണ്ടും സ്റ്റേജിൽ കയറ്റി. അപ്പോൾ പോലീസ്, അതിശക്തമായ പോലീസ് ബന്ദോബസ്തുണ്ട്. കാരണം സ്ത്രീകളുടെ പരിപാടിയാണ്, മെഹബൂബായി പാടുകയാണ് എല്ലാം കൂടെ. പക്ഷെ അവിടെ വന്ന ട്യൂൺ വേറെ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും
വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ ഉള്ളിൽ കടന്ന് കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും ആടാനും വരില്ല ഞാൻ പാടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ പാടിയിട്ട് പിന്നെ മാനെന്നും വിളി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അത് താളവും ലയവും ശ്രുതിയും കവിത എല്ലാം കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ആ ഒരു സംഭവം ഒരു ഗായകനിലും അപൂർവമായിട്ട് കണ്ടിരിക്കുന്ന ചില പ്രയോഗങ്ങളും ചില ചേഷ്ടകളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഗുലാം അലി സാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈവ് ടി വിയിലും മറ്റും കാണുമ്പോൾ ശബ്ദം പാടി കേൾക്കുമ്പോൾ ഭായിയുടെ ചില സംഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജനനമാണ് കൊച്ചിയിൽ ഈ നടന്നത്. പക്ഷേ സമൂഹത്തിന് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സമൂഹത്തിനും കലാരംഗത്തും ചലച്ചിത്ര രംഗത്തും ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. പരിശോധിക്കേണ്ട വിഷയമാണ്. ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിക്കും. കാരണം ഞാൻ ആ സമയത്ത് ഞാനൊരു ശ്രമം നടത്തിയതാണെന്ന് പിടിച്ച് പൂട്ടാൻ വേണ്ടി സ്നേഹം കൊണ്ട് ബന്ധിക്കുക. ഞാനങ്ങനെ പല ഒരു ശ്രമമൊക്കെ നടത്തുന്ന കൂട്ടത്തിലാണ്. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഒരിക്കൽ പറഞ്ഞ കാലത്തിന് ഒരിക്കൽ കുഞ്ചാക്കോ വലിയ കുഞ്ചാക്കോ ഒരിക്കൽ വന്നപ്പോൾ മെഹബൂബായിയോട് ചോദിക്കണം, ഈ മെഹബൂബിനെ എവിടെ കിട്ടുമല്ലോ, പുള്ളി പോയല്ലോ, ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സംഭവം വേറെ കുറച്ച് ആൾക്കാർ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അദ്ദേഹം കാറിൽ വന്നാണ് ഇറങ്ങിയത് കുഞ്ചാക്കോ. അപ്പോൾ അവരോട് എന്ന് ചോദിച്ചു മെഹബൂബ്. അപ്പോൾ അവർ പറഞ്ഞ് സാറിപ്പോൾ ചോദിച്ചത് ഈ മെഹബൂബിനോടാണ്. അതായിരുന്നു ആ ക്യാരക്ടർ. പുള്ളിക്കൊരു തൃപ്തിയുണ്ട്, പുള്ളിക്കൊരു പ്രത്യേകതരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിൽ മാത്രമേ പുള്ളി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്തും അത് ഭക്ഷണമായാലും ശരി എന്തായാലും ശരി. അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ വിസ്കി കപ്പലിൽ നിന്ന് ഇറക്കും കുപ്പി. ചില പ്രത്യേക സാഹചര്യത്തിൽ ഇത് വീണ് പൊട്ടിപ്പോകും. ഈ വിസ്കി പൊട്ടിയിട്ട് കാൽഭാഗമുള്ള അരഭാഗമുള്ള കുപ്പികൾ ഇങ്ങനെ ഊറ്റിയെടുക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. തുണി ഇങ്ങനെ ബക്കറ്റിൽ വിരിച്ചിട്ട് ഊറ്റിനാണ് കുപ്പി ചില്ല് പോകാൻ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ബായ് ദൂരെ നിന്ന് വരിക. ബായ് നേരെ വന്നിട്ട് ഈ തിണ്ണയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിങ്കാരി, ആ ഫിലിമിൻ്റെ കാലഘട്ടമാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമാണത്. റയറാണ് ഈ സംഭവം. പിച്ച് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം സുഹൃത്ത് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കിയതാണത്. അതായിരിക്കണം അദ്ദേഹം ചെയ്തിരുന്നത്. ചിങ്കാരി കൊയ് ഭടകേ जो सावन से बुझाए, सावन जो अग्न लगाए उसे कौन बुझाए, ओ उसे कौन बुझाए. चिंगारी कोई भड़के जो सावन से बुझाए. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ സാധനം ഒരു ഗ്ലാസ്സിലൊഴിച്ച് ബായിക്ക് കൊടുക്കാം. ബായിക്ക് വേണ്ട, ബായി കുടിക്കില്ല എന്ന് പറഞ്ഞു. കണ്ട, പുറത്തേക്കൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചായ കുടിക്കണം, ഒരു 5 രൂപ വേണം, വേഗം എടുത്തു കൊടുത്തു. ബായി സ്മോൾ വേണ്ട കുട്ടി, ഞാൻ കുടിക്കില്ല. അപ്പോൾ ഇവരെന്താ കരുതിയത്, ഇത് കാണുമ്പോൾ തന്നെ ബായി പെട്ടെന്ന് അങ്ങ് വന്ന് വീണ് കുടിക്കും എന്നുള്ളതാണ്. പിറ്റേ ദിവസം വൈകിട്ട് നല്ല അബോധാവസ്ഥയിൽ വന്നിട്ട് ചീത്തയാണ്. പട്ടികളെ, നിങ്ങൾ എന്ത് വിചാരിച്ചെന്ന ഞാനത് മുഴുവനും കുടിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? എനിക്ക് വേണ്ടടാ, ആരെയും മോശം അല്ല. അതാണ് ബായി. നമ്മൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ കുറച്ച് UP-ക്കാർ മുസ്ലിംസ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ പ്രാക്ടീസ് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങാടി നടക്കെ പോകുമ്പോൾ. അപ്പം അന്ന് രാത്രി ഒരു വലിയ മനുഷ്യൻ കയറി വരികയാണ് നമ്മുടെ റൂമിൽ. സീനേ മേ സുലഗ്തേ ഹൈ അർമാൻ, आँखों में उदासी छाई है, ये आस तेरी दुनिया से हमें तकदीर कहाँ ले आई. सीने में सुलगते हैं अरमान.
ഇദ്ദേഹം ഉറുദു ഇങ്ങനെ പാടുമ്പോൾ സ്ത്രീകൾ പർദ്ദയിട്ടിരിക്കുന്ന സ്ത്രീകൾ വരെ പർദ്ദ ക്യാ വൈസ ക്യാ ബാത് കർത്താ എന്ന് പറഞ്ഞുകൊണ്ട് പർദ്ദ പൊക്കുന്നൊരവസ്ഥാവിശേഷം. മഹബൂബായിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് യാത്ര അദ്ദേഹത്തിനൊപ്പം നടത്തിയിട്ടുണ്ട്. അതിവിചിത്രമായതൊക്കെ കാണുന്നുണ്ട്. ഇന്നെനിക്കത് ഞാൻ ഓരോ വേദികളിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോഴും, ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും പാടുമ്പോൾ അത് പറയണം. മഹബൂബായി ചിട്ടപ്പെടുത്തിയൊരു കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളൊരു കവിതയാണ്. കാറ്റേ നീ വീശരുത് ഇപ്പോൾ പാടുമ്പോൾ ആ കഥ പറയണം. ഇന്ന് പാടിയതിന് എത്രയോ വർഷങ്ങൾക്ക് അദ്ദേഹം പാടിയിട്ടുണ്ട് ഈ സംഭവം. ഒരു സുഹൃത്ത് പറഞ്ഞത്, ബായിക്ക് ഏറ്റവും വലിയ പേടി വെള്ളവും പോലീസുമാണ്. ബായി പോലീസ് അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയം. എന്നാൽ പോലീസുകാർക്കൊക്കെ വലിയ കാര്യമാണ്. വെള്ളവും ഭയങ്കര പേടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അദ്ദേഹം ഈ മച്ചുവ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, വലിയ വിശാലമായൊരു വഞ്ചി. അതിലൊരു വർഷകാലത്തിൽ ഇങ്ങനെ കായലിലൂടെ പോകുമ്പോൾ അപ്പോൾ പടിഞ്ഞാറ് നിന്ന് ഇങ്ങനെ കാറ് വീശി വരികയാണ്. അപ്പോഴാണ് ഈ പാട്ട് ശരിക്ക് ഈ സുഹൃത്തുക്കൾ ആദ്യം കേൾക്കണം. ഇദ്ദേഹം ഈ പാട്ട് പാടിയെന്ന് പറയുന്നത്, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു വെള്ളില പോലെ, കാണാമാ തോണി പതുക്കെ ആലോലം നീങ്ങുന്നകലെ, കാണാമാ തോണി പതുക്കെ ആലോലം നീങ്ങുന്നകലെ. ആ കലയുമായിട്ടുള്ള ജനനം, കലക്ക് വിരുദ്ധമായ രീതിയിലേക്ക് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായിട്ടും സമൂഹത്തിലാണ്. പണ്ട് കാലങ്ങളിലുള്ള സംഗീതത്തിൻ്റെ അവസ്ഥാവിശേഷം വടക്കേ ഇന്ത്യയിൽ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാനിതൊക്കെ ശ്രദ്ധിക്കൊണ്ടതിലാണ് കേട്ടോ. ഈ ഉസ്താദ് നസീമുദ്ദീൻ ഖാൻ സാബ് 1940 ഒക്കെ മുമ്പാണ്. അദ്ദേഹം പരിപാടിക്ക് പോകുമ്പം ആ ഗ്രാമത്തിലെ ജനത മുഴുക്ക വന്നിട്ട് അദ്ദേഹത്തെ യാത്രയാക്കുമെന്ന് പറയണം. റെയിൽവേ സ്റ്റേഷനിൽ 3 മാസം 4 മാസമൊക്കെ ആയിരിക്കും യാത്ര. തിരിച്ചദ്ദേഹം വരുന്നതനുസരിച്ച് അദ്ദേഹം കത്തെഴുതും, ഞാൻ ഇത്രാം തീയതി തിരിച്ചെത്തുന്നു റെയിൽവേ സ്റ്റേഷൻ. ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുക്ക വരെയാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ. വന്നിട്ട് വലിയ വലിയ തണൽ വൃക്ഷങ്ങൾ പണിതിട്ടുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിൽ. അതിൽ ഏറ്റവും വലിയൊരു തണൽ വൃക്ഷത്തിൻ്റെ അടിയിൽ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, തബലയും ഹാർമോണിയൊക്കെ ആയിട്ട്. എന്നിട്ട് ഇദ്ദേഹം സ്വന്തം ജനങ്ങൾക്ക് പാടിക്കൊടുക്കണം. ഞാൻ വാരണാസിയിൽ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ദേശരാഗത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം പാടി. അത് വളരെ തുറന്ന ഹൃദയവും അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ ജനങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി എൻ്റെ ദേശത്തെ, എൻ്റെ അസറ്റ്, എൻ്റെ അഭിമാനം, എൻ്റെ ദേശത്തിൻ്റെ അഭിമാനം മറ്റു ദേശത്ത് പോയി പാടി നമുക്ക് അഭിമാനമുണ്ടായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം അത് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. ഞാനത് വായിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ആ കാലഘട്ടത്തിൽ കലയും സമൂഹവും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ നടന്നിരുന്നു ഈ നാട്ടിൽ. അവിടെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംഗീതത്തെ മലീമസമാക്കുന്ന ഘടകമെന്ത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ആംഗലേയ സംസ്കാരമാണ്. ചലരീ സജനി അബ് ക്യാ സോച്, ബജ്റാനാ ബഹ് ജായേ റോത്തെ റോത്തെ, ചലരീ സജനി അബ് ക്യാ സോച്. മുകേഷിൻ്റെ മനോഹരമായൊരു ഗാനമാണ്. അത് ബായി പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അതൊരു പ്രത്യേക സമ്മതമാണ്. ദുൽഹൻ ബൻകേ ഗോരി ഖടി ഹൈ, കോയി നഹീ അപ്നാ ऐसी खड़ी है, कोई यहाँ कोई वहाँ कोई कहाँ रे, चल रही सजनी अब क्या सोचे. അപ്പോൾ അദ്ദേഹം ഒരു സെക്കുലർ ചിന്താഗതിക്കാരനായിരുന്നു. എന്നാൽ പർട്ടിക്കുലർ മതത്തോട് എതിർപ്പുള്ള ആളൊന്നുമല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും മതേതര വീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു, അത് സംശയമില്ല. അതുകൊണ്ട് തന്നെ എവിടെയും അദ്ദേഹം ഏത് സമയത്തും കയറിയിരുന്ന് പാടുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ ആനവാതിൽ അമ്പലത്തിൽ യാദൃശ്ചികമായിട്ട് അദ്ദേഹം അവിടെ വന്ന് പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ കൂടി വിളിച്ച് അദ്ദേഹത്തെ സ്റ്റേജ് കയറ്റുന്നു. അതിമനോഹരമായിട്ട് അവിടെ ഇരുന്നിട്ട്
നാടിന് വേണ്ടി പാടാൻ വേണ്ടി ഓഡിയൻസിൽ നിന്ന് ആരോ ആവശ്യപ്പെട്ടു പാടാന്ന് പറഞ്ഞു. പിന്നെ പാടിയത് നല്ലൊരു ഭജനാണ്. ഓം നമഃ ശിവായ.